Hi all, welcome to AV Vlogs. Today we are discussing about the chapter 1 of EVS Science, Animals and Their Young Ones. Please watch, like, subscribe and enable the bell button to view all our updates. Thank you very much. Hi all, today we are discussing about the chapter 1 of EVS Science, Animals and Their Young Ones. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനിമൽസ്. what are they? Like dog, hen, cow, then man, lion, tiger. Many animals are there. So we are going to study about these animals and their reproduction structure and everything in detail. Okay, so what is a reproduction? Reproduction is one of the characteristics of living things, that they produce young ones of their own kind is called reproduction. Some animals lay egg from which the young ones hatch, whereas other animal gave birth to young ones directly without laying eggs. Based on this, animals can be categorized as oviparous and viviparous. Oviparous animals lay eggs and viviparo animals give birth to babies. അപ്പോൾ എന്താണ് റിപ്രൊഡക്ഷൻ? റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവി അതിൻ്റെ ബാക്കിയുള്ള സന്തതികളെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ചില അനിമൽസ് റീപ്രൊഡക്ഷൻ ചെയ്യുന്നത് എഗ്ഗിലൂടെ ആയിരിക്കും. അങ്ങനെ നമ്മൾ എഗ്ഗ് എഗ്ഗും മുട്ട വിരിഞ്ഞുണ്ടാകുന്ന അനിമൽസിനെ ഒവിപെറോസ് എന്ന് പറയും. അതല്ലാതെ ഗിവ് ബർത്ത് ടു ബേബീസ് അങ്ങനെ ചെയ്യുന്ന അനിമൽസിനെ നമ്മൾ വിവിപെറോസ് എന്ന് പറയും. ഓക്കെ, ഏതൊക്കെയാണ് ഒവിപെറോസ്? ഒവിപെറോസ് നമ്മൾ എഗ്ഗ് മുട്ടയിട്ടുണ്ടാകുന്നതാണ്. ലൈക്ക് ഹെന്ന്, പല ടൈപ്സ് ഓഫ് ബേഡ്സ്, ഒരു വിധത്തിലുള്ള ബേഡ്സും മുട്ട വിരിഞ്ഞിട്ടുണ്ടാകുന്നതാണ്. സോ അങ്ങനത്തെ അനിമൽസിനെ പറയുന്നതാണ് ഒവിപെറോസ്. വിവിപെറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡിന് ബർത്ത് നൽകിയിട്ടുണ്ടാകുന്നത്. ലൈക്ക് ഹ്യൂമൻ ബീങ്സ്, ടൈഗർ, ലയൺ, ഇതൊക്കെ അവർ തന്നെ അവരുടെ പുതിയൊരു ബേബിനെ ബർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന അനിമൽസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ, വാട്ട് ഈസ് oviparous and viviparous. Oviparous animals that they lay down eggs, whereas viviparous animals give birth to babies. Okay. Okay, next we are going to see detail about oviparous animal. The eggs of some animals like fish, snakes, lizard, cockroach, they lay eggs, but their eggs are very small and many times not visible to with our naked eyes also. So some eggs are too small to see. Such animals are maybe like birds, frogs, snakes, lizards, insects, cockroach, butterfly. അതായത് ചില അനിമൽസിൻ്റെ ലൈക്ക് ബേഡ്സ്, ഫ്രോഗ്സ്, ഫിഷ്, സ്നേക്സ്, ഇതിൻ്റെയൊക്കെ എഗ്സ് വളരെ ചെറുതായിരിക്കും. നമുക്ക് കാണാൻ പറ്റാവുന്നതിനെക്കാട്ടിലും ചെറുതായിരിക്കും. അടുത്തത് ചില അനിമൽസ് ഈ എഗ്സിനെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ചെറുതായിട്ടൊന്ന് വാം ചെയ്യും, എന്നിട്ടാണ് അത് മുട്ട വിരിയുള്ളൂ. ആ പ്രോസസ്സിനെ പറയുന്നതാണ് ഇൻക്യുബേഷൻ. That is, the eggs of larger animals such as birds and snakes are kept in a warm place, or the parent animal sit on their eggs to keep them warm. ചിലപ്പോൾ അനിമൽസ് ആ ഒരു എഗ്ഗിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ആ ചൂടുകൊണ്ടൊക്കെ ആയിരിക്കും അത് വിരിയുക. ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഇൻക്യുബേഷൻ. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇൻക്യുബേഷൻ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേഡ്സിനെ കുറിച്ചാണ്.
Some birds lay eggs in their nest and incubate the eggs by sitting on them until the eggs hatch into young ones. When the eggs hatch, chicks come out. They cannot fly as they are featherless and cannot see. The parent bird helps them in feeding and taking care of them until they develop feathers and learn to fly. ചില അനിമൽസ് ലൈക്ക് ബേഡ്സ് ചില ബേഡ്സ് ഹെന്നൊക്കെ അത് സാധാരണ എഗ്ഗ് മുട്ട വിരിയിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കും. എന്നിട്ട് ഒരു ചൂട് കിട്ടിയിട്ടാണ് ഈ മുട്ടകൾ വിരിയുക. ലൈക്ക് ഹെന്നിൻ്റെ ഒക്കെ അങ്ങനെ ഹെന്നെ ചെറുതായിട്ട് മുട്ട വിരിഞ്ഞ് അതിന് ചിക്സ് ആവും. ചിക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ പറഞ്ഞാണ് ചിക്സ്. ദെൻ അത് കുറച്ചുകൂടി വളർന്നിട്ട് ഹെന്നാവും. അങ്ങനത്തെ ബേഡ്സ് ആദ്യമൊക്കെ അതൊരു ഫെദർലെസ് ആയിരിക്കും. അതുകൊണ്ട് അതിന് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല പെട്ടെന്നൊന്നും. ആ സമയത്തൊക്കെ അതിൻ്റെ പേരൻറ് ബേഡായിരിക്കും അതിനെ ഫീഡ് ചെയ്യുക. ആൻഡ് വൺസ് അതിന് ഫെദറൊക്കെ വന്നു തുടങ്ങിയാൽ അത് പിന്നെ പറക്കാൻ തുടങ്ങും. Next we are learning about the structure of an egg. There are several terms in such structure of an egg. First one is eggshell. What is an eggshell? The thin, hard outer layer that protects the content of the egg is called the eggshell. Eggshell എന്ന് പറഞ്ഞാൽ ഏറ്റവും തിന്നായിട്ടുള്ള ഹാർഡ് ഔട്ടർ ലെയർ, വൈറ്റ് കളർ, അതിനെയാണ് നമ്മൾ എഗ്ഷെൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ആൽബുമിൻ. The jelly-like white-colored substance that is present inside the eggshell is called the albumin. എഗ്ഷെല്ലിനകത്തുള്ള ഒരു വൈറ്റ് കളേർഡ് സബ്സ്റ്റൻസിനെ പറയുന്നതാണ് ആൽബുമിൻ. നമ്മൾ കോഴിമുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏറ്റവും പുറത്ത് കാണുന്ന ആ ഒരു ഷെല്ലിന്, ഹാർഡായിട്ടുള്ള ഷെല്ലിനെയാണ് എഗ്ഷെൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മളതിൻ്റെ ആ തൊണ്ട് കളഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ജെല്ലി ലൈക്ക് കളേർഡ് സബ്സ്റ്റൻസ് കാണാം, അതാണ് ആൽബുമിൻ. അതിനുശേഷം അതുകൂടി പൊളിച്ചു കഴിഞ്ഞാൽ ദ യെല്ലോ കളേർഡ് സബ്സ്റ്റൻസ് പ്രസൻറ്റ് വിത്തിൻ ദ ആൽബുമിൻ കാണാം. അതൊരു യെല്ലോ കളർ, അതിനെയാണ് യോക്ക് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എൻ യോക്ക്? ദ യെല്ലോ കളേർഡ് സബ്സ്റ്റൻസ് പ്രസൻറ്റ് വിത്തിൻ ദ ആൽബുമിൻ ഇസ് കോൾഡ് യോക്ക്. The yolk consists of essential nutrients required for the development of growing baby, called an embryo. ഒരു ഗ്രോയിങ് ബേബി, അതായത് ചെറിയ ബേബി, ഈ മുട്ടകളിലൊക്കെ ചെറിയ ബേബീനെ നമ്മൾ വിളിക്കുന്നതാണ് എംബ്രിയോ. അത് വളരാൻ ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആണ് ഈ യോക്കിനകത്ത് ഉള്ളത്. The yolk consists of essential nutrients required for the development of growing baby, called an embryo. The embryo ultimately develops into a young one. ഈ എംബ്രിയോ ആണ് വളർന്ന് വലുതായി ഒരു ചെറിയ കുഞ്ഞാവുന്നത്. ഫസ്റ്റ് ഏറ്റവും ചെറിയ എഗ്ഗിനകത്തുള്ള ഏറ്റവും ചെറിയ ഈ എംബ്രിയോ ഇരിക്കുന്നത് ഈ യോക്കിനകത്താണ്. ഓക്കെ. The embryo ultimately develops into a young one. Yolk is rich in nutrients such as fats, minerals, vitamins, albumin and rich in proteins. യോക്കിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഏതൊക്കെയാ? ഫാറ്റ്സ് ഉണ്ടാവും, അതിൽ മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, പിന്നെ ആൽബുമിനിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് പ്രോട്ടീൻസ്. ഈ ആൽബുമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ജെല്ലി ലൈക്ക് വൈറ്റ് കളേർഡ് സബ്സ്റ്റൻസ്. നെക്സ്റ്റ് ഈസ് ലൈഫ് സൈക്കിൾ ഓഫ് എൻ അനിമൽ. ഒരു different stage of development of an embryo into an adult are called life cycle. ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഏറ്റവും സ്റ്റാർട്ടിങ് മുതൽ, അതായത് ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് വളർന്ന് വലുതായി ചെറിയ കുഞ്ഞായി, ദെൻ കുറച്ചുകൂടി ഹൈറ്റുള്ള ഒരു കുട്ടിയായി, പിന്നെ അതിലും വലിയൊരു ആളായി, പിന്നെ അതിനും വയസ്സായിട്ടുള്ള ഒരാളാവുന്ന ആ ഒരു ലൈഫ് സൈക്കിൾ, ആ ഒരു പ്രോസസ്സിനെയാണ് ലൈഫ് സൈക്കിൾ അനിമൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഹെന്നിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമുക്കറിയാം ഈ എഗ്ഗാണ് ഏറ്റവും ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ എഗ്ഗ് ഹാച്ച് ചെയ്തിട്ടാണ് ചെറിയ കുഞ്ഞുണ്ടാവുന്നത്. ഹാച്ചിങ് പ്രോസസ്സിലൂടെ ഈ
എഗ് ഹാച്ച് ചെയ്തിട്ട് ചെറിയ കുഞ്ഞുണ്ടാവും. അതിനെയാണ് ചിക്സ് എന്ന് പറയുന്നത്. പിന്നെ അത് ചിക്സിലേക്ക് കൺവേർട്ട് ആവും. ഈ ചിക്സ് ആണ് പിന്നെ വളർന്നു വലുതായിട്ട് ഒരു അഡൽട്ട് ഹെണ്ണാവുന്നത്. പിന്നെ ഈ അഡൽട്ട് ഹെഡിൽ നിന്ന് പിന്നെയും എഗ് ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ. Fish lay many eggs at a time in water, but only a few of eggs develop into a baby fish, and some of the eggs that are eaten by larger fish and other animals in the sea. The eggs that survive hatch and become larvae. This larvae then grow into young fish called fry, which are closely resemble the adult. അതായത് നമ്മളാദ്യം ഫിഷ് ഏറ്റവും കുറേ അധികം മുട്ടകളിടും ഒരു അറ്റ് എ ടൈമിൽ. അതിൽ എല്ലാം ഒന്നും ലാർവയായിട്ട് മാറില്ല, അതായത് വിരിയാൻ പാകത്തിനാവില്ല. കുറേ മുട്ടകൾ ഫിഷ് തന്നെ തിന്നും, അതല്ലെങ്കിൽ വേറെ അനിമൽസ് ഈ സീലിൻ്റെ അത് തിന്നും. പിന്നെ കുറച്ച് എഗ്സ് മാത്രമേ അതൊരു ലാർവയായിട്ട് കൺവേർട്ട് ആവുള്ളൂ. ഈ ലാർവയാണ് പിന്നെ യങ് ഫിഷിന് ആവുന്നത്. യങ് ഫിഷിനെ പറയുന്നതാണ് ഫ്രൈ എന്നുള്ളത്. ഈ ഫ്രൈ ഓൾമോസ്റ്റ് ഒരു അഡൽട്ടിന്റെ അതേ ലുക്ക് തന്നെയായിരിക്കും ഈ ഫ്രൈക്ക് ഉണ്ടാവുക. അടുത്ത ലൈഫ് സൈക്കിൾ ഓഫ് എ ഫിഷ് ആണ് നമ്മൾ പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ ആദ്യം എഗ് ഉണ്ടാവും, ദെൻ ലാവ, ദെൻ ഫ്രൈ, ദെൻ അഡൽട്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് ഫിഷിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. Next is frogs. Like fish, frogs also lay a large number of eggs in water. These eggs appear as large clusters of jelly-like substance known as spawn. സ്പോൺ എന്ന് പറയുന്നത് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. അതായത് ഈ കുറേ ഫ്രോഗ്സിന്റെ മുട്ടയൊക്കെ കൂടിയിട്ടുള്ള ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിനെ പറയുന്നതാണ് സ്പോൺ. ഈ സ്പോൺ പിന്നീട് ടാഡ്പോൾസ് ഉണ്ടാവും. ടാഡ്പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ യങ് വൺ ദാറ്റ് ഹാച്ച് ഫ്രം ദീസ് എഗ് ആർ കോൾഡ് ടാഡ്പോൾസ്. ടാഡ്പോൾസ് ലുക്ക് വെരി ഡിഫറെൻറ്റ് ഫ്രം ദ അഡൽട്ട് ഫ്രോഗ്. അഡൽട്ട് ഫ്രോഗിനെക്കാട്ടിലും വളരെയധികം ഡിഫറെൻറ്റ് നമുക്ക് തോന്നും ടാഡ്പോൾസിനെ. നമ്മൾ വാൽമാക്രി എന്നൊക്കെ പറയുമ്പോൾ മലയാളത്തിൽ. സോ അതിനൊരു തല മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ബാക്കി കാണുന്നൊക്കെ ഒരു വാലിൻ്റെ ഒരു പോർഷനായിരിക്കും. The process of transformation of a young one into an adult that looks completely different is called metamorphosis. കാരണം ഇതിനെ മെറ്റമോർഫോസിസ് എന്നാണ് ഈ പ്രോസസ്സിനെ പറയാം. അതായത് ഫസ്റ്റ് വൺ, ഈ ടാഡ്പോൾ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഫ്രോഗിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് ഈ ടാഡ്പോൾസിന് തോന്നുന്നത്. സോ ആ ഒരു പ്രോസസ്സ്, അതായത് ടാഡ്പോളിൽ നിന്ന് ഫ്രോഗ് ആവുന്ന ഒരു പ്രോസസ്സ്, വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നാവുന്ന ഒരു ഇതിന്ന് നമുക്ക് വേറൊരു ലുക്കിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിനെ പറയുന്നതാണ് മെറ്റമോർഫോസിസ്. The process of transformation of young one into an adult that looks completely different is called metamorphosis. After undergoing metamorphosis, the tadpole becomes an adult frog. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ആദ്യം സ്പോൺ എന്താണെന്ന് വിളിച്ചു. സ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്, അത് ക്ലസ്റ്റർ ഓഫ് എഗ് ആയിരിക്കും. ഈ ഫ്രോഗിൻ്റെ ഒരു മുട്ട ഒരു ക്ലസ്റ്ററായിട്ട് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആവുന്നതിനാണ് സ്പോൺ എന്ന് പറയുന്നത്. ഈ സ്പോണിൽ നിന്ന് ചെറിയ കുഞ്ഞുങ്ങൾ വിരിയും, അതിനെയാണ് ടാഡ്പോൾസ് എന്ന് പറയുന്നത്. ഈ ടാഡ്പോൾസിൽ നിന്ന് മെറ്റമോർഫോസിസ് എന്നൊരു പ്രോസസ്സ് വഴി ഇതിനെ ഫുള്ള് ഒരു അഡൽട്ട് ഫ്രോഗായിട്ട് മാറും. മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് എന്ന് തോന്നിക്കുന്ന ആദ്യത്തെ സ്റ്റേജിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേജിലോട്ട് പോകുന്നതിനെയാണ് മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. ഈ മെറ്റമോർഫോസിസിന് ശേഷം ഈ ടാഡ്പോൾ ഒരു അഡൽട്ട് ഫ്രോഗായിട്ട് മാറും. ഇവിടെ നമ്മൾ ലൈഫ് സൈക്കിൾ ഓഫ് ഫ്രോഗാണ് കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യം സ്പോൺ ഉണ്ടാവും, ദെൻ എംബ്രിയോസ്, ദെൻ ടാഡ്പോൾസ് ഉണ്ടാവും. ടാഡ്പോൾസിൽ നിന്ന് ഒരു യങ് അഡൽട്ട് ഉണ്ടാവും. യങ് അഡൽട്ടിൽ നിന്ന് ഒരു കംപ്ലീറ്റ് അഡൽട്ട് ഫ്രോഗ് ഉണ്ടാവും. The life cycle of a butterfly has 4 stages. Butterflies lay their eggs on leaves. A small worm-like caterpillar hatches from the eggs.
ദിസ് സ്റ്റേജ് ഈസ് കോൾഡ് ലാർവ. ലാർവ എന്ന് പറയുന്നത് ചെറിയ കാറ്റർപില്ലർ ഈ പ്ലാന്റ്സിൻ്റെ ലീവ്സിൻ്റെ മുകളിൽ എഗ് ഹാച്ച് ചെയ്യുന്നതിനെയാണ് ലാർവ എന്ന് പറയുന്നത്. The caterpillar grows in size by eating the leaves of the plants and develop a protecting covering around itself. Once larva ആയി കഴിഞ്ഞാൽ പിന്നെ കാറ്റർപില്ലർ കുറേശ്ശെ ആയിട്ട് വളരാൻ തുടങ്ങും. അതിൻ്റെ പ്ലാന്റ്സിൻ്റെ ലീവ്സൊക്കെ തിന്നിട്ട് എന്നിട്ട് ഒരു പ്രൊട്ടക്റ്റിംഗ് കവറിങ് അതിന് ചുറ്റും ഉണ്ടാക്കും. അതിനെയാണ് പ്യൂപ്പ എന്ന് പറയുന്നത്. ദി സ്റ്റേജ് ഈസ് നോൺ ആസ് പ്യൂപ്പ. Then the pupa sheds its old skin many times. പ്യൂപ്പ അതിൻ്റെ പഴയ സ്കിന്നെ ഷെഡ് ചെയ്ത് കളയും പല പ്രാവശ്യം. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് മോൾട്ടിങ്. മോൾട്ടിങ് എന്ന് പറഞ്ഞ പ്രോസസ് എല്ലാ അനിമൽസും ചെയ്യുന്നതാണ്. അതിൻ്റെ ഓൾഡ് സ്കിൻ മാറ്റിയിട്ട് പുതിയ സ്കിൻ രൂപീകൃതമാകുന്നതിനെയാണ് മോൾട്ടിങ് എന്ന് പറയുന്നത്. ഫൈനലി the molting കഴിഞ്ഞാൽ then the adult butterfly comes out from the pupa. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഫസ്റ്റ് സ്റ്റേജ്? കാറ്റർപില്ലർ എഗ് ഹാച്ച് ചെയ്യും, ഇതിനെയാണ് ലാർവ എന്ന് പറയുന്നത്. ദെൻ ഈ കാറ്റർപില്ലർ കുറേശ്ശെ വളർന്ന് ഒരു പ്രൊട്ടക്റ്റിംഗ് കവറിങ് അതിന് ചുറ്റുണ്ടാക്കും, അതിനെയാണ് പ്യൂപ്പ എന്ന് പറയുന്നത്. ഈ പ്യൂപ്പയായി കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്ന് ഷെഡ് ചെയ്യാൻ തുടങ്ങും, അതിനെയാണ് മോൾട്ടിങ് എന്ന് പറയുന്നത്. ഈ മോൾട്ടിങ് കഴിഞ്ഞാൽ ഈ പുതിയൊരു ബട്ടർഫ്ലൈ പ്യൂപ്പയിൽ നിന്ന് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ 4 സ്റ്റേജസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് grasshoppers and cockroaches. The life cycle of a grasshopper and cockroach involves 3 main stages. The tiny larvae that hatch from the eggs are called nymphs. The nymphs closely resemble their parent but do not have wings. A nymph undergoes molting several times and eventually develops into an adult. ഒരു ഗ്രാസ് ഹോപ്പറിൻ്റെ അല്ലെങ്കിൽ കോക്രോച്ചിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 3 സ്റ്റേജസ് ആണ് പ്രധാനമായിട്ടുണ്ടാവുക. അതിലാദ്യം എഗ് ലേ ചെയ്യും, ദെൻ ഒരു നിംഫ് ഉണ്ടാവും. ദാറ്റ് ക്ലോസ്ലി റിസംബിൾസ് ദെയർ പാരന്റ് ആണ്, ഓൾമോസ്റ്റ് പാരന്റിനെ പോലെ തന്നെ തോന്നും. ബട്ട് ദേ ഡി നോട്ട് ഹാവ് വിങ്സ് ഉണ്ടാവില്ല അതിന്. ദെൻ ഈ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നിംഫ് അണ്ടർഗോസ് മോൾട്ടിങ്. എൻ്റെ സ്കിന്നിന് ഒരുപാട് പേർക്ക് ഷെഡ് ചെയ്യും, ദെൻ ഇവഞ്ച്വലി ഡെവലപ്സ് ഇൻ ടു എ അഡൾട്ട്. അങ്ങനെ 3 സ്റ്റേജസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ആദ്യം എഗ് ഉണ്ടാവും, ദെൻ നിംസ്, then this nymphs molting several times and develops into a adult. Next is reptiles. Reptiles such as snakes, turtles and lizards lay their eggs on the ground, but only a few of eggs develop into an adult. They develop into an adult with the help of sun rays. The sun rays provide warmth to these eggs, but some of the eggs are eaten by other animals. That's why only some eggs will support the reproduction. So life cycle of most reptiles involves 4 stages. One is egg, second one is hatching, third one is juvenile, and fourth one is adult. The life cycle of a turtle is given below. First they form the egg, then hatching happen, then juvenile turtle happen, then adult turtle will happen. Okay. This is animals that give birth to babies. That is viviparous animal. Animals that they give birth to young ones and suckle them with milk are called mammals. Dogs, cats, cows, monkeys, rabbits, elephants, kangaroos, giraffes, lions, and human beings are some examples of mammals. Animals പുതിയ അവരുടെ കുട്ടികൾക്ക് ജന്മം നൽകിയിട്ട് അവർക്ക് മിൽക്ക് സക്കിൾ ചെയ്യുന്ന അനിമൽസിനെയാണ്
മാമൽസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണത്? മങ്കീസ്, റാബിറ്റ്സ്, ഹ്യൂമൻ ബീങ്സ്, ജിറാഫ്സ് എന്നിവയൊക്കെയാണ്. The complete development of the young ones takes place inside the mother's body. The mother feeds the young ones with her milk after they are born. ഇവിടെ മറ്റൊരു നമ്മൾ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഒന്നും ഇവിടെ ഇല്ല. പുറത്തേക്ക് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു എല്ലാ സ്റ്റേജുകളും അവിടെ കഴിഞ്ഞിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം കിട്ടുന്നത്. എല്ലാ സ്റ്റേജുകളും മദേഴ്സിന്റെ ബോഡിയിൽ, അമ്മയുടെ ബോഡിയിൽ വെച്ച് തന്നെ കഴിഞ്ഞിരിക്കും. മാമൽസ് ഹാവ് എ വെൽ ഡെവലപ്ഡ് ബ്രെയിൻ, breathe through their lungs and have both visible external ears and internal ears which aid in hearing. ഇവരുടെ ബ്രെയിൻസ് വെൽ ഡെവലപ്ഡ് ആയിരിക്കും. പിന്നെ അവർക്കൊരു ലെൻസ് ഉണ്ടാവും ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അവർക്ക് എക്സ്റ്റേണൽ ഇയേഴ്സും ഇന്റേണൽ ഇയേഴ്സും ഉണ്ടാവും കേൾക്കാനായിട്ട്. മോസ്റ്റ് മാമൽസ് ഹാവ് ഹെയർ ഓൺ ദെയർ സ്കിൻ ആൻഡ് ഹെയർ ഓൺ ദെയർ സ്കിൻ ഫോർ പ്രൊട്ടക്ഷൻ. ഒരുപാട് മാമൽസിന് ഓൾമോസ്റ്റ് എല്ലാ മാമൽസിനും സ്കിൻ ഉണ്ടാവും അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇനി അടുത്തത് അക്വാട്ടിക് മാമൽസ് എന്താണെന്ന് നോക്കാം. Some mammals such as dolphins and whales live in water. Mammals live in water are called aquatic mammals. They do not have hair on their body. They breathe through lungs and often come up to water surface to breathe in air. അവർ കൂടുതലും വെള്ളത്തിലാണ് ഉണ്ടാവുക. അവർക്ക് ലങ്സ് ഉണ്ടാവും, ബട്ട് ഹെയർ ഉണ്ടാവില്ല ശരീരത്തിൽ. ലങ്സ് ഉണ്ടാവും ബ്രീത്ത് ചെയ്യാനായിട്ട്. ഓക്കെ, സം ഫാക്ട് ഫയൽ പറയാം. ബ്ലൂ വെയിൽ ഈസ് ദ ലാർജസ്റ്റ് മാമൽ. Duck-billed platypus and spiny anteater reproduce by laying eggs, but they are still called mammals because they feed their young ones with their milk, have hair on their body, and breathe through lungs. Bats are mammals, even though they can fly like birds. Mammals such as kangaroos, koala bears are called marsupials because they have pouches. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? മാമൽസ് എന്താണെന്ന് പഠിച്ചു. ആനിമൽസ് ദാറ്റ് ദേ ഗിവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് സക്കിൾ വിത്ത് ദ മിൽക്ക് ആർ കോൾഡ് മാമൽസ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡോഗ്സ്, കൗസ് എന്നിവയൊക്കെയാണ്. പിന്നെ നമ്മൾ പഠിച്ചു അക്വാട്ടിക് മാമൽ എന്താണ്. ദോസ് മാമൽസ് ഹൂസ് ലിവ് ഇൻ വാട്ടർ ഓർ സീ, ദേ ആർ നോൺ ആസ് അക്വാട്ടിക് മാമൽസ്. അവർക്ക് എന്താ പ്രത്യേകത? ദേ ഹാവ് ലങ്സ് ബട്ട് ദേ ഡോണ്ട് ഹാവ് ഹെയർ ഓൺ ദെയർ ബോഡി. ബ്ലൂ വെയിൽ ഈസ് ദ ലാർജസ്റ്റ് മാമൽ. ഓക്കെ, this topic is mammals care for their young ones. Mammals take care of their young ones for a long time. They keep their babies clean and warm. They feed their babies and protect them from enemies. Most fish, reptiles, and insects do not take care of their young ones. They lay their eggs in a safe place and leave the young ones to live on their own. മാമൽസ് എന്ന് പറയുന്ന അനിമൽസ് ഇവരുടെ യങ് വൺസിനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നതായിരിക്കും. ലൈക്ക് ഹ്യൂമൻസ്, നമ്മുടെ അച്ഛനമ്മ മക്കളെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ വളരെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന അനിമൽസ് ആയിരിക്കും മാമൽസ്. ബട്ട് some other animals like they lay their eggs, like hen, അതേപോലെ റെപ്റ്റൈൽസ്, ഫിഷ്, ഇതൊക്കെയാണെങ്കിൽ ഒരു വർഷം എഗ് ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വളർന്ന് ദേ ഡോണ്ട് കെയർ അബൌട്ട് ദം, ദേ ലീവ് ഓൺ ദെയർ ഓൺ. അങ്ങനെ പ്രോസസ്സായിരിക്കും ബാക്കിയുള്ള എനിമൽസിനെ. ബട്ട് മാമൽസിനെ അങ്ങനെയല്ല, ദേ വിൽ ടേക്ക് കെയർ ഓഫ് ദെയർ യങ് വൺസ്. The last topic is uses of insects and animals. All animals, including reptiles and mammals,
and insects are essential in nature and our lives. Here are some of the important things they do. Keeping nature balanced. Animals help keep nature in balance. Some animals eat others, which stops them from becoming too many and disturbing the natural balance. ഈ ഇൻസെക്ട്സ് ആൻഡ് അനിമൽസ് അവരൊരു നാച്ചുറലിലെ ഒരു ബാലൻസ്ഡ് കൊണ്ടുവരുന്നുണ്ട്. ചില അനിമൽസ് പരസ്പരം കൊന്നു തിന്നുന്ന അനിമൽസ് ഉണ്ട്. അങ്ങനെയുള്ളത് പെട്ടെന്ന് അവസാനിച്ചു പോകാനും സാധ്യതയുണ്ട്. So they are disturbing the natural balance, but അത് അതിൻ്റെ ഫുഡാണ്. So they have to eat some animals, they have to eat others. Next is pollination. Pollination is a process that helps plants create new plants and gives us delicious fruits and vegetables to eat. Pollination involves tiny specks called pollen moving from one flower to another. Since flowers cannot move on their own, they rely on the help of insects such as bees and butterflies to do this. These insects carry out pollination as they move from one flower to another to suck nectar. Pollination എന്ന് പറഞ്ഞൊരു പ്രോസസ്, ഒരു പ്ലാന്റിൽ നിന്ന് വേറൊരു പ്ലാന്റ്, പുതിയൊരു പ്ലാന്റ് ഉണ്ടാവുന്ന ഒരു പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പോളിനേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കിട്ടുള്ളൂ. ഇതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ടൈനി സ്പെക്സ് ഓൾഡ് പോളൻ, അതായത് വിത്തുകൾ എന്നൊക്കെ പറയും, ചെറിയ ചെറിയ വിത്തുകൾ. ഫ്രം വൺ ഫ്ലവർ ടു അനദർ, the insects will pollen this one to another flower. Since flower cannot move on their own, അതായത് ഫ്ലവേഴ്സിനെ ഒരു ഒറ്റയ്ക്ക് മൂവ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് they rely on these insects such as bees and butterflies. These bees and butterflies carry out pollination as they move from one flower to another. ഒരു ഫ്ലവറിൽ നിന്ന് വേറെ ഫ്ലവറിലോട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഈ ബീസും ബട്ടർഫ്ലൈസും ഒക്കെയാണ് പോളിനേഷൻ സാധ്യമാക്കുന്നത്. The third one is cleaning the environment. Some animals such as vultures and hyenas and other insects such as ants and beetles, ഈ പറയുന്ന ചെറിയ ഇൻസെക്ട്സ് അവരെ എൻവയോൺമെന്റ് ക്ലീൻ ചെയ്യുന്നുണ്ട് ബൈ ഈറ്റിംഗ് ഡെഡ് പ്ലാന്റ്സ്. അതായത് ചത്തൊടുങ്ങിയ പ്ലാന്റ്സ് അല്ലെങ്കിൽ കരിഞ്ഞ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ആനിമൽസിനെയൊക്കെ തിന്നിട്ട് അവരെ നമ്മുടെ എൻവയോൺമെന്റ് ക്ലീൻ ആക്കുന്നുണ്ട്. The fourth one is giving us useful products. Insects gives us many useful products. അവർ കുറേ യൂസ്ഫുൾ പ്രൊഡക്റ്റ് നമുക്ക് വരുന്നുണ്ട്. സിൽക്ക് വേർബ്, സിൽക്ക് ത്രെഡ്, ഹണി ബീ. Then animals such as sheep gives us wool. Next one is providing us food. Animals gives us food. എങ്ങനത്തെ മീറ്റ്, ഫിഷ്, എഗ്, മിൽക്ക് എന്നീ ഫുഡുകളൊക്കെ അനിമൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബീയിങ് അവർ ഫ്രണ്ട്സ്. ചില പെറ്റ്സ് ഒക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് കണക്കാക്കാറുണ്ട്. Pets such as dogs and cats are our friends. They make us happy and help us feel better when we are sad. Seed dispersal. Some animals help grow new trees by spreading seeds around. ചില ട്രീസിൻ്റെ ഒക്കെ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സീഡ്സിനെ നമ്മൾ കാണാറുണ്ട്. അതായത് അതിൻ്റെ വിത്തുകൾ തന്നെ കാറ്റൊക്കെ ആയിട്ട് അവിടെ ഇവിടെ വീട് കിടക്കുന്നുണ്ട്. which is good for environment. കാരണം ഈ വിത്തിൽ നിന്നാണ് പുതിയൊരു ട്രീസോ പ്ലാന്റ്സോ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് യൂസസ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് അനിമൽസ്? ഫസ്റ്റ് വൺ ഈസ് കീപ്പിംഗ് നേച്ചർ ബാലൻസ്ഡ്. സെക്കൻഡ് ഈസ് പോളിനേഷൻ. തേർഡ് ഈസ് ക്ലീനിങ് ദ എൻവയോൺമെന്റ്. ഫോർത്ത് ഈസ് ഗിവിംഗ് us യൂസ്ഫുൾ പ്രൊഡക്ട്സ്. ഫിഫ്ത്ത് ഈസ് പ്രൊവൈഡിങ് us food. സിക്സ്ത് ഈസ് ബീയിങ് അവർ ഫ്രണ്ട്സ്. ആൻഡ് സെവൻ, seed dispersal. Then we are just talking about some keywords that we studied in this chapter. First one is incubation, the process of keeping egg warm, often done by parent birds by sitting on them until they hatch into young ones. Second one is metamorphosis, the process of the transformation of a young one into an adult that looks completely different. Third one is spawn,
A cluster of eggs laid by a frog which looks like jelly-like substance. Fourth one is nymph, larva of grasshoppers and cockroaches. Then caterpillar, the larval stage of a butterfly. Then molting, the process of shedding old skin by animals. Then mammals, animals that give birth to young ones and suckle them with milk. Okay, thanks for watching. This chapter is over. Keep study new things always. Thank you. Bye. Take care.